റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന് അനുമതിയില്ല. ജനാധിപത്യത്തിന്റെ മാതാവ്, വികസിത ഭാരതം എന്നീ പ്രമേയങ്ങൾ കേന്ദ്രം നൽകിയിരുന്നു. കേരളം നൽകിയ 10 മാതൃകകളും കേന്ദ്രം തള്ളി. PJ അരുൺ ചേരുകയാണ്. അരുൺ, വീണ്ടും കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന് അനുമതി നിഷേധിക്കുന്ന സാഹചര്യം. എന്താണ് കേന്ദ്രം ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട്? മുൻകാലങ്ങളിൽ ഉൾപ്പെടെ കേരളത്തിന്റെ നിശ്ചല ദൃശ്യം റിപ്പബ്ലിക് പരേഡിൽ അനുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേ പാത പിന്തുടർന്നാണ് ഈ ഒരു BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ള കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ നിശ്ചല ദൃശ്യങ്ങൾക്ക് റിപ്പബ്ലിക് പരേഡിൽ അനുമതി ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നിശ്ചയിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ വികസന നേട്ടങ്ങളായിരുന്നു നിശ്ചല ദൃശ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ നിശ്ചല ദൃശ്യത്തിലൂടെ റിപ്പബ്ലിക് പരേഡിൽ അവതരിപ്പിക്കുന്നതാണ് ഇപ്പോൾ കേന്ദ്രം തടഞ്ഞിരിക്കുന്നത്. ഇവർ പ്രധാനമായി കേന്ദ്രം മുന്നോട്ട് വെച്ച മാതൃകകൾ എന്ന് പറഞ്ഞ ജനാധിപത്യത്തിന്റെ മാതാവ്, വികസിത ഭാരതം എന്നീ പ്രമേയങ്ങളായിരുന്നു കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശിച്ചിരുന്നത്. ഈ പ്രമേയം അനുസരിച്ചായിരുന്നു നിശ്ചല ദൃശ്യങ്ങൾ തയ്യാറാക്കിയിരുന്നത്. കേരളം ഇതിൻ പ്രകാരം 10 ഡിസൈനുകൾ തയ്യാറാക്കി നൽകിയിരുന്നു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ ഇടതുപക്ഷ സർക്കാർ നടത്തിയ ജനക്ഷേമപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾക്കൊണ്ടായിരുന്നു ഈ നിശ്ചല ദൃശ്യം തയ്യാറാക്കുന്നത്. കേരളം നൽകിയ നിശ്ചല ദൃശ്യം കൂടാതെ ഈ നിശ്ചല ദൃശ്യം ഒഴിവാക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പോൾ പറയുന്നത് ഭാരത് പർവ് പരിപാടിയിൽ അവതരിപ്പിക്കാമെന്നുള്ള ഒരു വാഗ്ദാനവും ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പഞ്ചാബ്, ബംഗാൾ സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യവും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് തള്ളിയിരുന്നു. കാരണം അറിയാം, പഞ്ചാബും ബംഗാളും BJPക്ക് ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ല. അതുപോലെ ആ ഒരു മാതൃക പിന്തുടർന്നാണ് ഇപ്പോൾ കേരളം നൽകിയിരിക്കുന്ന നിശ്ചയ ദൃശ്യത്തിനും ഇപ്പോൾ ഒരു അനുമതി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വന്നേക്കാം. ഏതൊക്കെ സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങളാണ് ഇപ്പോൾ പിന്തള്ളിയിരിക്കുന്നതെന്നുള്ളത് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും വരുന്ന സമയങ്ങളിൽ ആ ഒരു വിവരം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ശരി, PJ അരുണാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന് വീണ്ടും റിപ്പബ്ലിക് ദിന പരേഡിൽ കേന്ദ്രം അനുമതി നിഷേധിച്ചിരിക്കുന്നു.